തമിഴ് അറിയാത്തവർ സബ് ടൈറ്റിൽ കാണാം. ഒരു ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. നായകൻ്റെ അത്രയും വരില്ല, എന്നാലും ഫസ്റ്റ് ഹാഫ് ഇപ്പം ഇറങ്ങുമ്പോൾ തോന്നുന്നു വിവേകം കണ്ട പോലെ തോന്നണം. പടം ആക്ച്വലി ഒരു എബവ് ആവറേജ് മൂവി. നല്ല മൂവിയാണ്. അടിപൊളി. AR റഹ്മാൻ പൊളിച്ചു. ഭയങ്കര അടിപൊളി മ്യൂസിക്, പിന്നെ ഡയറക്ഷൻ അടിപൊളി. നമുക്ക് ഭയങ്കര ഫീലായിരുന്നു. ഇമോഷൻസ് ഉണ്ട്. കമൽഹാസൻ്റെ നമുക്ക് 3 ഫേസ് കാണാൻ പറ്റും. ലൈക്ക് യങ് ആയിട്ടുള്ളവരുണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, ഫൈനൽ. ഭയങ്കര ക്ലാസ് ആയിരുന്നു. ഇമോഷൻസ് ഭയങ്കര കോമ്പിനേഷൻ. സിംബു, കമൽഹാസൻ ആൻഡ് ജോജു സൂപ്പർ. രക്ഷയില്ല, തകർത്തു. അടിപൊളി ഒരു രക്ഷയില്ല. നല്ല ഫിലിം. കുഴപ്പമില്ല. പുതുമല്ല, പ്രെഡിക്റ്റബിൾ കഥയായിരുന്നു. പിന്നെ ആക്ടിങ് കുഴപ്പമില്ലായിരുന്നു, വിഷ്വൽസ് നല്ലതായിരുന്നു. പക്ഷെ കഥ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിപ്പോയി, അതാണ്. പിന്നെ ഞാൻ വിക്രമൊക്കെ പ്രതീക്ഷ വന്നു, പക്ഷെ അങ്ങനെ ആ ഒരു ഹൈപ്പിൽ വന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. അത്ര ഏതാണ്ട് അതേപോലത്തെ ഇന്റർവെൽ സീനിൽ ഏതാണ്ട് അതേക്കെ പോലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ തോന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഇപ്പം ഇറങ്ങുമ്പോൾ തോന്നുന്നു വിവേകം കണ്ട പോലെ തോന്നണം. പക്ഷെ അതേപോലെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴും സാറ്റിസ്ഫൈ വന്നില്ല. എന്നാലും ഓക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട് പടം. ആക്ച്വലി ഒരു എബവ് ആവറേജ് മൂവിയാണ്. കാര്യം ചിക്കച്ചവന്തമാനം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു കഥ തന്നെയാണ്. ഒരു 10 വർഷം മുമ്പ് ഇറക്കേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ മേക്കിംഗ് അടിപൊളിയാണ്. STR, കമൽഹാസൻ, ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസ് സൂപ്പറാണ്. കുറച്ചുകൂടി അടിപൊളി ആവായിരുന്നു പടം. ചെറുതായിട്ടൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്തു. പടം ആക്ച്വലി ഒരു എബവ് ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു വിവേകം? തഗ് ലൈഫ് ഒരു ഇമോഷണൽ ഡ്രാമ ആക്ഷൻ മൂവിയാണത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഗാങ്സ്റ്റർ റിലേറ്റഡ് മൂവി എന്ന് എനിക്കൊരു 100% പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നല്ല രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകളാണെങ്കിൽ കൊള്ളാം, സ്റ്റണ്ട് കൊറിയോഗ്രാഫി കൊള്ളാം. എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ജോജുവിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ജോജു ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ പത്രോസായിട്ട് ചെയ്തിരിക്കുന്നത്. സോ ജോജുവും കമൽഹാസനായിട്ടുള്ള ഒരു സീക്വൻസൊക്കെ നല്ല രസമായിട്ടാണ് സ്റ്റണ്ട് സീക്വൻസൊക്കെ എടുത്തേക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ട് കാണാൻ പറ്റിയാണ്. അത് മണിരത്നം സ്റ്റൈൽ മൂവിയാണ്. ആ ഒരു സ്ലോ ഫേസ് പടത്തിൽ ഓൾറെഡി ഉണ്ട്. പുതുമയുള്ള കഥയാണോ? ഒരു ഗ്യാങ്സ്റ്റർ റിലേറ്റഡ് സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കബാലി ടൈപ്പ് മൂവിയാണ്. പക്ഷേ ഇത് ടോട്ടലി പറയണം മണിരത്നത്തിൻ്റെ ഓവറോൾ സ്റ്റൈലാണ് പടത്തിൽ വന്നേക്കുന്നത്. മേക്കിംഗ് ആണെങ്കിലും അതിൽ റഹ്മാൻ മ്യൂസിക് ആണെങ്കിലും എല്ലാം ആ രീതിയിൽ തന്നെയാണ് കയറി വന്നേക്കുന്നത്. ഓവറൊക്കെ കമൽഹാസൻ്റെ അർത്ഥം എന്ന് പറയാം. ഉഗ്ര മൂവിയാണ്. നല്ല സ്ക്രിപ്റ്റാണ്, ഡയറക്ഷൻ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. തമിഴ് അറിയാത്തവർ സബ് ടൈറ്റിൽ കാണുക. നല്ലൊരു മൂവിയാണ്. എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കമൽഹാസൻ തകർത്തുണ്ട്. വീട്ടിലെ ചിമ്പു എല്ലാവരും, ജോജു എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി. ഒരു ബിട്രയൽ റിവെഞ്ച് ഫിലിമാണ്. ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഇത് ലാഗൊന്നുമില്ല. തമിഴ് അറിയാത്തവർ സബ് ടൈറ്റിലൂടെ കാണുക. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. കമൽഹാസൻ തകർത്തുണ്ട്. എല്ലാവരും റൺ ചെയ്യുന്നുണ്ട്. ജോജു എല്ലാവരും റൺ ചെയ്യുന്നുണ്ട്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. നായകൻ്റെ അത്രയും വരില്ല, എന്നാലും നല്ല പടമാണ്. മണിരത്നം തകർത്തുണ്ട്. സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടാണ് മൂവി.